ഹലോ, സ്കൂളുകളിലൊക്കെ ഇപ്പം കലോത്സവത്തിൻ്റെ തിരക്കാണല്ലേ. നമുക്ക് കലോത്സവത്തിന് പാടാൻ വേണ്ടിയിട്ട് നല്ലൊരു ലൈറ്റ് മ്യൂസിക്കാണ് ഇന്ന് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായി ശ്രദ്ധിച്ച് പഠിക്കണം. ഹമ്മിങ് ഉണ്ട്, ഹമ്മിങ് നന്നായിട്ട് ഞാൻ കട്ട് ചെയ്ത് പറഞ്ഞു തരും. അപ്പോൾ ഹമ്മിങ് കൂടെ കൂടിയിട്ട് നിങ്ങൾ പാടണം കേട്ടോ. ഹമ്മിങ് കൂട്ടുന്നതായിരിക്കും നന്നാവുക. പിന്നെ തീരെ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഹമ്മിങ് സ്കിപ്പ് ചെയ്യുക, എന്നിട്ട് പല്ലവി സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ലൈറ്റ് മ്യൂസിക്കിൽ ഓൾമോസ്റ്റ് എല്ലാ ലൈറ്റ് മ്യൂസിക്കിലും നമ്മൾ ഈ ഹമ്മിങ് കൊടുക്കാറുണ്ട്. പിന്നെ വൃത്തികേടാക്കി നമ്മൾ ഹമ്മിങ് പാടുന്നതിലും നല്ലത് ഹമ്മിങ് ഇല്ലാതെ പല്ലവിയിലേക്ക് കയറുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഹമ്മിങ് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ശ്രുതി വെച്ചിട്ടുള്ളത് ജി ഷാർപ്പാണ് കേട്ടോ. 5 കട്ട ശ്രുതി. അപ്പോൾ ആ ശ്രുതിയിൽ ആദ്യം നമ്മൾ ചേർക്കണം നമ്മൾ വോയിസ്. പിന്നെ നിങ്ങൾക്ക് ഈ ശ്രുതി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്രുതി മാറ്റുകയൊക്കെ ചെയ്യാം കേട്ടോ. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ശ്രുതി നമുക്ക് സെലക്ട് ചെയ്തിട്ട് അങ്ങനെ പാടാം കേട്ടോ. അപ്പോൾ നമ്മളിത് കരോക്കെ ഒന്നും വെച്ച് പാടുന്നതല്ലല്ലോ, നമ്മൾ മത്സരത്തിന് വേണ്ടിയിട്ട് പാടുന്നതാണ്. അപ്പം നമ്മൾ ഏതാണോ നമുക്ക് പറ്റുന്ന ശ്രുതി അത് നോക്കിയിട്ട് നമുക്ക് പാടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെച്ചിട്ടുള്ളത് ജി ഷാർപ്പാണ്. നമുക്ക് നോക്കാം എങ്ങനെ ജി ഷാർപ്പിൽ പാടുന്നത് എന്നുള്ളത്. എന്നാ വരുന്നത്. അപ്പോൾ ടോപ്പിൽ സായിലാണ് നമ്മൾ ഹമ്മിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ സാ അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നോക്കൂ, അത് ഞാൻ മുഴുവനായിട്ടൊന്ന് പാടിത്തരാം ആദ്യം നിങ്ങൾക്ക്. ഹമ്മിങ് മുഴുവനായിട്ടൊന്ന് പാടി തന്നതിന് ശേഷം ഞാൻ കട്ട് ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ, അത് പാടണ്ട. ഇല്ല, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾ പതുക്കെ പഠിച്ചെടുത്താൽ മതി. തിരക്ക് കൂട്ടരുത്. തിരക്ക് കൂട്ടിയാൽ നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടില്ല. പതുക്കെ ഇത് പഠിച്ചാൽ നിങ്ങൾക്കത് പഠിച്ചെടുക്കാൻ പറ്റും കേട്ടോ. സമയം എടുത്ത് പഠിക്കണം. നമ്മൾ മത്സരത്തിനൊക്കെ പോകുമ്പോൾ അങ്ങനെയാണല്ലോ. നമ്മൾ മ്യൂസിക് ക്ലാസ്സിൽ പോയി ഇരുന്ന് ഓരോ ടീച്ചേഴ്സും പറയുന്നത് ശ്രദ്ധിച്ച് പഠിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് അല്ലേ. അപ്പം നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോ കാണുമ്പോഴും ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ട് സമയമെടുത്ത് പഠിച്ചിട്ട് വേണം മത്സരിക്കാൻ പോകാൻ കേട്ടോ. ഓക്കെ, നോക്കൂ, ഞാനത് മുഴുവനായിട്ടൊന്ന് പാടിത്തരാം. അപ്പോൾ ടോപ്പിൽ എന്നാണ് പോകുന്നത് കേട്ടോ. ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട് എൻ്റെ വോയിസിന്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആദ്യം ഇതിൻ്റെ എന്താണ് ഹമ്മിങ് പോകുന്നത്. അപ്പോൾ ഈ ഹമ്മിങ് ഞാനിങ്ങനെ മുറിച്ച് പാടിത്തരാം. നിങ്ങൾ ഇത്രയും കേട്ടിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. മുറിച്ച് പാടുമ്പോൾ പെട്ടെന്ന് കിട്ടും കേട്ടോ. നോക്കൂ എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ടോപ്പിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പം നോക്കിക്ക് എങ്ങനെയാണെന്നുള്ളത്. അപ്പം നമ്മൾ ശ്രുതി ചേർക്കണം ആദ്യം. സാ എന്ന് ചേർക്കുന്നു, പാ എന്ന് ചേർക്കുന്നു, സാ അല്ലേ. അപ്പോൾ ആ ടോപ്പിലാണത് പോയിട്ട് നിൽക്കുന്നത്. അപ്പം നമ്മൾ ആ ടോപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. കണ്ടോ, സാ അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നാണ് അവിടെ ഒരു ചെറിയ സംഗതിയും കൊടുത്തിട്ടുണ്ട്. എന്താ നോക്കിക്കേ, എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ആ ഒരു സംഗതി മാത്രം ഒന്ന് എടുത്ത് പാടിക്കേ. അതാണ് കേട്ടോ, അതാണ്. അപ്പോൾ ഒന്നുകൂടെ പാടി നോക്കിക്കേ. അവിടെ അവിടെ ലാസ്റ്റ് എൻഡിങ് നോക്കിക്കേ. അവിടെ പിന്നെ നമുക്ക് സംഗതികളൊന്നുമില്ല. അവിടെ ഒരു ലെയർ ഇങ്ങനെ ഒരു വേവ് പോലെ പോവാണ്. അപ്പം കണ്ട
ചെറിയൊരു വേവ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ഇങ്ങനെ പോകുന്നതായിട്ട് നമ്മൾ സങ്കല്പിച്ചാൽ മതി. അപ്പം നമുക്ക് എന്ത് കിട്ടും? ആ ഒരു സംഗതി അവിടെ കിട്ടും കേട്ടോ. പിന്നെ അടുത്തത് വരുന്നത് ആ എന്നാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് എങ്ങനെയാണ്? ആ അവിടെ നമ്മൾ ല ല ല ല ല എന്ന് പാടി നോക്കുക. ആ എന്നിട്ട് അതിന് സ്പീഡ് കൂട്ടി കൊടുക്കണം. ആ എന്ന് സ്പീഡ് കൂട്ടണം. ആ അവിടെ നിന്ന് ആ ആ എന്ന് കൊണ്ടുവരണം. ക്ലിയർ. അടുത്തത് വരുന്നതോ നെക്സ്റ്റ് എന്ന് വരണം. നോക്കിക്കേ എങ്ങനെയാന്ന്. എന്ന് കൊണ്ടുപോയിട്ട് എന്നെടുക്കണം. എന്നാണ് അവിടെ കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പം അങ്ങനെ മുറിച്ച് 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 പാടി നോക്കണം കേട്ടോ. തെൻ അടുത്തത് എന്ന് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അവിടെ കൊണ്ടുപോയിട്ട് ഒന്ന് പുഷ് ചെയ്തിട്ട് എന്ന് പഠിക്കുക. എന്ന് വരും. ഓക്കെ. പിന്നെ അടുത്ത സംഗതി അതിൻ്റെ കൂടെ തന്നെ ആ സംഗതി കൂടെ വരണം. ഓക്കെ. എന്നിട്ട് താഴോട്ടേക്ക് വരണം. അതായത് നേരത്തെ നമ്മൾ പഠിച്ച സംഗതി ബേസിലേക്ക് വരണം കേട്ടോ. അതിൽ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇത്രയും പാടി പഠിച്ചതിൻ്റെ ശേഷം ഞാൻ ഫസ്റ്റ് പാടിയല്ലോ, ഇത് മുഴുവനായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. ആ കൂടെ നിങ്ങൾ പാടി നോക്കിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് പല്ലവി നോക്കാം പാട്ടിൻ്റെ. നമ്മൾ ആ ഹമ്മിങ് എടുത്ത അവിടെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പല്ലവി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ടോപ്പിലാണ് നമ്മൾ പാടിയിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അവിടെയാണ് നമ്മൾ പല്ലവി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആരോ പാടിയ പല്ലവിയിൽ ഈണമായി ഞാനലിഞ്ഞു. ആരോ പാടിയ പല്ലവിയിൽ ഈണമായി ഞാനലിഞ്ഞു. അതാണ് ആദ്യത്തെ 2 വരി വരുന്നത്. ഈ പാട്ട് മുഴുവനായിട്ട് ഞാൻ ലാസ്റ്റ് ഒന്ന് പാടിത്തരാം കേട്ടോ. അപ്പോൾ അത് കേട്ടിട്ട് നിങ്ങൾ എൻ്റെ കൂടെ പാടി പഠിച്ചാൽ മതി. അതുവരെ ഈ സംഗതികളൊക്കെ നന്നായിട്ട് പഠിച്ചു പോവുക. അപ്പോൾ നോക്കൂ, ആരോ എന്നാണ്. ചെറിയ ചെറിയ സംഗതികളാണ് ഈ പാട്ടിനകത്തുള്ളത്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ച് പാടിയാൽ മതി കേട്ടോ. ചെറിയ ചെറിയ സംഗതികളുണ്ട്, അതൊന്ന് നോക്കുക. ആരോ കണ്ട അവിടെ ആരോ രോ ആ ഓ എന്നാണ് സംഗതി വരുന്നത്. അത് സായില് സാ എന്നാണ്. ആരോ രോ പാടണേ. ആരോ പാടിയ പാടിയ എന്നെടുക്കണം. പാടിയ ഡിയ എന്ന് കൊണ്ടുവരണേ. പാടിയ. ഓക്കെ. പല്ലവിയിൽ
പല്ലവി എന്നുള്ളത് ആ ഒരു രീതിയിൽ പോയിട്ട് പല്ലവി പാ കുറച്ച് നമ്മൾ പല്ലവി കണ്ടോ പാ എന്നുള്ളത് കുറച്ചിങ്ങനെ നീട്ടിയിടണം. പല്ലവിയിൽ ലവി എന്നുള്ളത് പെട്ടെന്ന് എടുക്കണം. പല്ലവിയിൽ എന്നാണ് അവിടെ സംഗതി കൊടുത്തിട്ടുള്ളത്. പല്ലവിയിൽ അതെങ്ങനെയാണ് വരുന്നത്? എന്ന് വരെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വരി മുഴുവനായിട്ട് നോക്കിയാൽ ആരോ പാടിയ പല്ലവിയിൽ എന്നാണ് വരുന്നത്. ഈണമായി എന്നാണ്. ഈണമായി മായി ആയി എന്ന് വരുന്നുണ്ട് അവിടെ സംഗതി. ഈണമായി ഞാനലിഞ്ഞു. ഞാൻ വളരെ സ്ലോ ആക്കിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പാട്ടിൻ്റെ കറക്റ്റ് സ്പീഡ് അവസാന ഭാഗം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുഴുവനായിട്ട് പാടുമ്പോൾ അതിൻ്റെ കറക്റ്റ് സ്പീഡ് പറഞ്ഞുതരാം കേട്ടോ. ഈണമായി അവിടെ നോക്കി ആയി അങ്ങനെ 2 പ്രാവശ്യം ഒന്ന് തള്ളി കൊടുക്കുന്നുണ്ട് അവിടെ. ഈണമായി ഞാനലിഞ്ഞു ഞാനലിഞ്ഞു നലിഞ്ഞു എന്ന് വരണം. ആ 2 വരി ഒരുമിച്ച് പാടുകയും ആരോ പാടിയ പല്ലവിയിൽ ഈണമായി ഞാനലിഞ്ഞു. താളം പറഞ്ഞുതരാം കേട്ടോ. ഈ ഒരു പല്ലവി മൊത്തം പാടി കഴിഞ്ഞിട്ട് അത് താളം ഞാൻ പറഞ്ഞുതരാം. അടുത്ത വരി നോക്കിക്കേ. വേറുതേ അതാണ് വരുന്നത്. വേറുതേ വേറു എന്നെടുക്കണം. വേറുതേ തേ എന്നെടുക്കണം. അവിടെ അത്രയും സംഗതി കുട്ടി പാടിക്ക്. വേറുതേ നിഴലായി എന്നാണ്. നിഴലായി എന്നാണ് വരുന്നത്. അവിടെ ഒരു സംഗതി കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കണം. നിഴലായി മനസ്സിലായോ? എന്നാണ് പോകുന്നത്. ഓക്കെ, അത് ഇതിൻ്റെ കൂടെ വരുന്നു. നിഴലായി എന്നുള്ളത് നിഴലായി കണ്ടോ. പിന്തുടർന്നു തുടർ എന്നുള്ളത് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. പിന്തുടർന്നു. ക്ലിയർ. അടുത്ത വരി എന്നാ വരുന്നത്. അവിടെ തോ എന്നുള്ളതിന് നല്ല സ്മൂത്തായിട്ട് കൊണ്ടുവരണം. എന്നാണ്. കണ്ടോ, നല്ലൊരു ക്യൂട്ടായിട്ട് അത് പാടിയെടുക്കണം. സന്ധ്യയിൽ എന്നാണ് അവിടെ. സ എന്നുള്ളത് സന്ധ്യ എന്നാണ്. അവിടെ 2 പ്രാവശ്യം നമ്മളത് തള്ളി കൊടുക്കുന്നുണ്ട്. കണ്ടോ, സൺ എന്നുള്ളത് ഒന്നും എന്നൊന്നും. അപ്പോൾ സൺ എന്ന് കൊടുക്കണം. ഓക്കെ. സന്ധ്യയിൽ എന്നാണ്. പിന്നെ നിൻമുഖം വാനം
നം എന്നാണ്. നിൻമുഖം വാനം നം ആ അതാണ്. നിൻമുഖം വാനം വരച്ചുവോ വരച്ചുവോ. അത് ആ ശ്രുതിയിൽ ചേർന്നിട്ട് തന്നെ നിൽക്കണം കേട്ടോ. എല്ലാ ഭാഗങ്ങളും ശ്രുതി നന്നായി ശ്രദ്ധിച്ച് പാടണം. നിങ്ങൾ കോമ്പറ്റീഷന് പാടുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ശ്രുതി വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീട്ടിൽ ശ്രുതി വെച്ചിട്ട് അതിൻ്റെ കൂടെ നന്നായിട്ട് പാടി പഠിച്ചാൽ മതി. അപ്പോൾ ശ്രുതി തെറ്റിപ്പോവില്ല കേട്ടോ. പിന്നെ ഏതോ സന്ധ്യയിൽ എന്നുള്ളത് രണ്ടാമത് പാടുന്ന സമയത്ത്, അത് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഏതോ എന്നൊരു സംഗതി അവിടെ കൊടുക്കുന്നുണ്ട്. ഏതോ എന്നാണ് എന്ന് പാടി നോക്കുക കേട്ടോ. അഥവാ ഓ എന്നുള്ളത് പാടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഓ എന്ന് പാടി നോക്കിയാൽ മതി. അപ്പോൾ കുറച്ചും കൂടെ കിട്ടും. ഏതോ സന്ധ്യയിൽ നിൻമുഖം വാനം വരച്ചുവോ. ഓ അവിടെ ആ സംഗതി വരുന്നുണ്ട് അവസാന ഭാഗത്ത്. വരച്ചുവോ എന്നാണ് വരുന്നത്. നോക്കിക്കേ, വരച്ചുവോ അതങ്ങനെയാണ് കയറി പോകുന്നത്. വരച്ചുവോ ഓ എന്ന് പോയിട്ട് ഓ ഓ ഓ എന്നുള്ള സംഗതിയും അവിടെ കൊണ്ടുവരുന്നത്. അത് ഒരുമിച്ചിട്ടാണ് പോകുന്നത്. വരച്ചുവോ. വീണ്ടും നമ്മൾ ആരോ പാടിയ പല്ലവിയിൽ ഈണമായി ഞാനലിഞ്ഞു. അവിടെ ഞാനലിഞ്ഞു എന്നുള്ളത് ചെറിയൊരു വ്യത്യാസം. ഞാനലിഞ്ഞു എന്നാക്കിയാൽ മതി കേട്ടോ. അപ്പം ഞാൻ ഈ പല്ലവി മുഴുവനായിട്ട് നിങ്ങൾക്ക് പാടിത്തരാം. താളം അടിച്ചിട്ട് പാടിത്തരും. അപ്പം താളം നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിക്കുക കേട്ടോ. ചില സ്ഥലത്ത് നമ്മൾ അടി കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ചില സ്ഥലത്ത് അടിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നോക്കിക്കുക എങ്ങനെയാന്നുള്ളത്. ആരോ പാടിയ പല്ലവിയിൽ ഈണമായി ഞാനലിഞ്ഞു. ആരോ പാടിയ പല്ലവിയിൽ ഈണമായി ഞാനലിഞ്ഞു. വെറുതെ നിഴലായി പിന്തുടർന്നു ഏതോ സന്ധ്യയിൽ നിൻമുഖം വാനം വരച്ചുവോ. ഏതോ സന്ധ്യയിൽ നിൻമുഖം വാനം വരച്ചുവോ. ആരോ പാടിയ പല്ലവിയിൽ ഈണമായി ഞാനലിഞ്ഞു. ഇങ്ങനെയാണ് അത് പോകുന്നത്. അപ്പോൾ താളം കൂടെ അടിച്ചിട്ട് നിങ്ങൾ എൻ്റെ കൂടെ പാടി നോക്കുക കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ അനുപല്ലവി നോക്കാം. നമുക്കറിയാം ഇതൊരു മത്സരത്തിന് വേണ്ടിയിട്ടുള്ള പാട്ടാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇതിനകത്ത് കുറേ സംഗതികൾ വരും. ആദ്യത്തെ ഒരു വരി പാടി പിന്നെ അടുത്തത് അത് റിപ്പീറ്റ്, ആദ്യത്തെ 2 വരി പാടി പിന്നെ അത് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താവും, സംഗതികൾ വീണ്ടും മാറും. അപ്പം അതൊക്കെ ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. ഓരോന്നും നന്നായി നോക്കി ശ്രദ്ധിച്ച് പഠിക്കണം. കുറച്ച് സംഗതികൾ ഉണ്ടാവും പാട്ടിനകത്ത്. അങ്ങനെയാണ് നമ്മൾ മത്സരിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നോക്കൂ,
നമ്മൾ അനുപല്ലവിയാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ്സ് അത് താഴെ കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, ഏതൊക്കെ പാട്ടുകളാണ് വേണ്ടത്, എങ്ങനെയുള്ള പാട്ടുകളാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് താഴെ കൊടുത്താൽ മതി, ഞാൻ വായിച്ചോളാം കേട്ടോ. മൗനം പോലും മധുരിതമാക്കിയ നിമിഷമോരോ നിഴലുകളായി, മൗനം പോലും മധുരിതമാക്കിയ നിമിഷമോരോ നിഴലുകളായി എന്നാണ് വരുന്നത്. അപ്പം ആ 2 വരികൾ എങ്ങനെയാണ് പാടുക നോക്കിക്ക്. മൗനം എന്നെടുക്കണം. മൗനം പോലും പോ പോ എന്നെടുക്കണം. പോലും ലും എന്നാണ് അവിടെ ആ സംഗതി കൃത്യമായിട്ട് എടുക്കാൻ നോക്കണം കേട്ടോ. പോ 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 എന്നാണ് വരുന്നത്. പോലും ലും മധുരിത മധുരിത എന്നാണ്. മധുരിത മധുരിത ഓക്കെ. മാക്കിയ മാക്കിയ നോക്കൂ. മൗനം പോലും മധുരിതമാക്കിയ. അടുത്ത വരി. നിമിഷമോരോ നിമിഷമോരോ എന്നാണ് അവിടെ സംഗതി വരുന്നത്. നിമിഷമോരോ രോ എന്ന് വരും. നിമിഷമോരോ രോ എന്നാണ് കൊടുത്തിട്ടുള്ളത്. നിമിഷമോരോ നിഴലുകളായി എന്ന് പാടണം കേട്ടോ. അപ്പം ആ 2 വരികൾ കൂട്ടിപ്പാടി നോക്കിക്കേ. മൗനം അവിടെ അടി കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. മൗനം പോലും മധുരിതമാക്കിയ നിമിഷമോരോ നിഴലുകളായി. ഓക്കെ, അത് 2ാമത്തെ പ്രാവശ്യം പാടുമ്പോഴോ ചെറിയ വ്യത്യാസം കൊടുത്തിട്ടുണ്ട്. മൗനം പോലും അതുപോലെ തന്നെ മധുരിതമാക്കിയ അത്രയും സംഗതി അവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാ പാടുന്നത് നോക്കിയേ. അങ്ങനെയാണ് വരുന്നത്. മൗനം പോലും മധുരിതമാക്കിയ എന്ന് വരുന്നുണ്ട്. അപ്പം അത് സ്പീഡാക്കി കൊടുക്കുമ്പോഴാണ് മൗനം പോലും മധുരിതമാക്കിയ നിമിഷ. അവിടെ നമ്മൾ പാടി കഴിയണം, അടുത്ത താളത്തിൽ സ്റ്റാർട്ട് ചെയ്യണം അടുത്ത വരി. അപ്പം മൗനം പോലും മധുരിതമാക്കിയ നിമിഷമോരോ അവിടെ അതുപോലെ തന്നെ നിമിഷമോരോ നിഴലുകളായി. അപ്പം താളം ശ്രദ്ധിച്ചത് കൊണ്ടുപോകണം നമ്മൾ. സംഗതികളെല്ലാം തന്നെ ആ താളത്തിൻ്റെ ഉള്ളിൽ കൊള്ളിക്കണം കേട്ടോ. അടുത്തത് നോക്കൂ. അഴകേ എന്നാണ് വരുന്നത്. അവിടെയും ഒരു സംഗതി കൊടുത്തിട്ടുണ്ട്. അഴകേ താഴേന്ന് മുകളിലേക്കാണ് പോകുന്നത്. അഴകേ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അഴകേ നിന്നോർമ്മയിൽ നിന്നോർമ്മ നിൻ
അവിടെ ഒന്ന് തള്ളി കൊടുക്കണം. നിന്നോർമ്മയിൽ എന്നവിടെയും ഒരു സംഗതി കൊടുത്തിട്ടുണ്ട്. അഴകേ നിന്നോർമ്മയിൽ. അവിടെയൊക്കെ താളം നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. താളം അതിൻ്റെ ഉള്ളിൽ കൊള്ളിക്കണം. ഞാൻ പറഞ്ഞുതരാം താളത്തിൽ എങ്ങനെയാണ് പാടുക എന്നുള്ളത്. ഇപ്പം ഈ സംഗതി ഒന്ന് ക്ലിയർ ആക്കൂ. നിന്നോർമ്മയിൽ പോരുമോ എന്നാണ് വരുന്നത്. പോരുമോ പോരുമോ, അവിടെ മോ എന്ന് വരുന്നുണ്ട്. പോരുമോ തിങ്കളായി എന്ന് വരണം. തിങ്കളായി എന്നാണ് അവിടെ സംഗതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പോരുമോ തിങ്കളായി വർണ്ണമായി എന്നുള്ളത് വർണ്ണമായി എന്ന് കൊണ്ടുവരാം. പോരുമോ തിങ്കളായി വർണ്ണമായി എന്ന് പാടാം. പോരുമോ എന്നുള്ളത് പോരുമോ മോ ചെറുതായിട്ടൊന്ന് താഴേക്ക് അത് കൊണ്ടുവരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പോരുമോ എന്ന് പാടിയാലും പോരുമോ തിങ്കളായി എന്ന് പാടിയാലും കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു സംഗതിയുടെ വ്യത്യാസം മാത്രമേ അവിടെ വരുന്നുള്ളൂ. അപ്പോൾ ഓക്കെ, അപ്പം നമുക്ക് ഈ അനുപല്ലവി ഒന്ന് മുഴുവനായിട്ട് പാടി നോക്കാം. താളം ശ്രദ്ധിക്കണം കേട്ടോ. മൗനം പോലും മധുരിതമാക്കിയ നിമിഷമോരോ നിഴലുകളായി. മൗനം പോലും മധുരിതമാക്കിയ നിമിഷമോരോ നിഴലുകളായി. അഴകേ നിന്നോർമ്മയിൽ പോരുമോ തിങ്കളായി വർണ്ണമായി. അഴകേ നിന്നോർമ്മയിൽ പോരുമോ തിങ്കളായി വർണ്ണമായി. ആരോ പാടിയ പല്ലവിയിൽ ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ. ഇനി അതിൻ്റെ ചരണം നോക്കാം നമുക്ക്. ഇന്നലെ നീയൻ ചാരത്തണഞ്ഞുവോ സുന്ദര ഗീതികൾ പാടിയില്ലേ എന്നാണ് വരുന്നത്. അപ്പം നോക്കിക്കേ, ഇന്നലെ നീയൻ എന്ന് വരണം. ഇന്നലെ നീ എന്നെടുക്കണം. ഇന്നലെ നീയൻ എന്ന് വരണം. ഓക്കെ, ഇന്നലെ നീയൻ ചായ്ക്ക് ഒരു പുഷ് കൊടുക്കണം. ചാരത്തണഞ്ഞു അവിടെ ഒരു സംഗതിയും കൊടുത്തിട്ടുണ്ട്. അവിടെ എത്തണം. ഇന്നലെ നീയൻ ചാരത്തണഞ്ഞുവോ എന്നാണ്. സുന്ദര ഗീതികൾ എന്നാണ്. സുന്ദര ഗീതികൾ എന്ന് വരണം. സുന്ദര ഗീതികൾ പാടിയില്ലേ എന്നാണ് വരേണ്ടത്. നോക്കിക്കേ, സുന്ദര ഗീതികൾ പാടിയില്ലേ
എന്നാണ് വരുന്നത് കേട്ടോ. പിന്നത്തെ വരി നമ്മൾ അനുപല്ലവിയിൽ പാടിയിട്ടുള്ള അതുപോലെ തന്നെയാണ്. മലരേ നിന്നോർമ്മയിൽ. ഓക്കെ, നമ്മൾ നേരത്തെ പാടിയിട്ടുണ്ടായിരുന്നു അല്ലേ. മലരേ നിന്നോർമ്മയിൽ ഞാനൊരു ശലഭമായി പാറിടാം എന്നാണ് വരുന്നത്. ഞാനൊരു ശലഭമായി. ക്ലിയർ ആയോ? ഞാനൊരു ശലഭമായി പാറിടാം പാറിടാം. അതാണ് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, സെയിം സംഗതി. പിന്നെ നമുക്ക് പല്ലവി പാടുമ്പോൾ ഇതിപ്പോൾ ചരണം നമ്മൾ കഴിഞ്ഞു. ഇനി പല്ലവി റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ പല്ലവി മൊത്തമായിട്ടൊന്ന് പാടുക, എന്നിട്ട് രണ്ടാമത് പാടുന്ന സമയത്ത് ആരോ പാടിയ പല്ലവിയിൽ ഈടമായി അങ്ങനെ പാടിയിട്ട് ഞാനലിഞ്ഞു നമ്മളവിടെ തീർക്കുകയാണ് പാട്ട്. അപ്പം എന്ന് കൊണ്ടുവരണം. അലിഞ്ഞു അതാണ്. ശ്രുതിയിൽ അങ്ങനെ നിൽക്കണം. ഞാനലിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഈ പാട്ടൊന്ന് മുഴുവനായിട്ട് പാടി നോക്കാം കേട്ടോ. താളം അടിച്ചിട്ട് ശ്രദ്ധിച്ച് പഠിക്കണേ. പല്ലവിയിൽ ഈണമായി ഞാനലിഞ്ഞു. ആരോ പാടിയ പല്ലവിയിൽ ഈണമായി ഞാനലിഞ്ഞു. വെറുതെ നിഴലായി പിന്തുടർന്നു ഏതോ സന്ധ്യയിൽ നിൻമുഖം വാനം വരച്ചു. ഏതോ സന്ധ്യയിൽ നിൻമുഖം വാനം വരച്ചു. ആരോ പാടിയ പല്ലവിയിൽ ഈണമായി ഞാനലിഞ്ഞു. മൗനം പോലും മധുരിതമാക്കിയ നിമിഷമോരോ നിഴലുകളായി. മൗനം പോലും മധുരിതമാക്കിയ നിമിഷമോരോ നിഴലുകളായി. അഴകേ ചാരത്തു നീ പോരുമോ തിങ്കളായി വർണ്ണമായി. അഴകേ
പല്ലവിയിൽ ഈണമായി ഞാനലിഞ്ഞു. ഇന്നലെ നീ എൻ ചാരത്തണഞ്ഞുവോ, സുന്ദരഗീതികൾ പാടിയില്ലേ. ഇന്നലെ നീ എൻ ചാരത്തണഞ്ഞുവോ, സുന്ദരഗീതികൾ പാടിയില്ലേ. മലരേ നിന്നോർമ്മയിൽ ഞാനൊരു ശലഭമായി പാറിടാം. മലരേ നിന്നോർമ്മയിൽ ഞാനൊരു ശലഭമായി പാറിടാം. ആരോ പാടിയ പല്ലവിയിൽ ഈണമായി ഞാനലിഞ്ഞു. വെറുതെ നിഴലായി പിന്തുടർന്നു. ഏതോ സന്ധ്യയിൽ നിൻമുഖം വാനം വരച്ചു. ഏതോ സന്ധ്യയിൽ നിൻമുഖം വാനം വരച്ചു.